ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേർച്ചസ് അക്കാഡമി. മൈസെൽഫ് സഹസ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റിലെ ഗ്രൂപ്പ് 2 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അതിൽ നമുക്ക് മൊഡ്യൂൾ 5 ഇൻഡേഴ്സ് ഉണ്ട്. നമുക്ക് 6 ഇൻഡേഴ്സ് ആണുള്ളത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഇൻഡേഴ്സാണ് നമ്മുടെ ഇൻഡേഴ്സ് 33 ഏർണിങ്സ് പെർ ഷെയർ. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ട് കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്താം. അപ്പോൾ എക്സാമിന് നമുക്ക് മൊഡ്യൂൾ 5 9 മാർക്സ് അല്ലെങ്കിൽ 8 മാർക്സ് ആണ് നമുക്ക് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പുതിയ സിലബസ് പ്രകാരം ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന ഇൻഡേഴ്സ് എന്ന് പറയുന്നത് EPS ആണ്, ഏർണിങ്സ് പെർ ഷെയർ. അപ്പോൾ എന്താണ് ഈ ഏർണിങ്സ് പെർ ഷെയർ? പേരിൽ തന്നെ ഉണ്ട്, ഏർണിങ്സ് പെർ ഷെയർ. ഒരു ഷെയറിൻ്റെ വരുമാനം എത്ര? ഒരു ഷെയറിൻ്റെ വരുമാനം എത്ര? ഇവിടെ ഷെയറിനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ഷെയറാണ്. കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ് കമ്പനിയുടെ റിയൽ ഓണേഴ്സ്. സോ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറുടെ വരുമാനമല്ല, ഒരു സിംഗിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് എത്ര വരുമാനം കിട്ടണു എന്നുള്ളതല്ല, ഒരു ഷെയറിന് എത്ര വരുമാനം. ഇവിടെ ഡിവിഡൻഡ് അല്ല കേട്ടോ പറയുന്നത്. ഡിവിഡൻഡ് പറഞ്ഞാൽ കമ്പനി ലാഭമുണ്ടെങ്കിൽ ഷെയർ ഹോൾഡർക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കുക, അത് കമ്പനിയുടെ ഡിസിഷനാണ്. ഇവിടെ കമ്പനി ഉണ്ടാക്കുന്ന വരുമാനത്തിൽ ഓരോ ഷെയറിൻ്റെയും പങ്ക് എത്ര, അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിൽ പല സാഹചര്യങ്ങൾ വരും, അത് നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ് ഈ ഇൻഡേഴ്സ് 33 ഏർണിങ്സ് പെർ ഷെയർ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ഈ ഏർണിങ്സ് പെർ ഷെയർ? ഏർണിങ്സ് പെർ ഷെയർ പറഞ്ഞാൽ എന്താ? ഏർണിങ്സ് ആട്രിബ്യൂട്ടബിൾ ടു ഈച്ച് ഇക്വിറ്റി ഷെയർ. ഓരോ ഷെയർ, ഒരു ഷെയർ ഹോൾഡർ അല്ല, ഓരോ ഷെയറിനും എത്രയാണ് വരുമാനം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കി ഈ തിയറിയിലേക്ക് വരാം. അപ്പോൾ എന്താണ് ഈ ഏർണിങ്സ് പെർ ഷെയർ? ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു A ലിമിറ്റഡ് പറയുന്ന കമ്പനി, അവർ ഇക്കൊല്ലം പ്രോഫിറ്റ് ഉണ്ടാക്കി, നെറ്റ് പ്രോഫിറ്റ് ഒരു 10 lakhs നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി. ആദ്യം ഈ പ്രോഫിറ്റിന് എന്ത് പേ ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. സോ നമ്മൾ എക്സാമ്പിളിന് ടാക്സ് 30% ആണെന്ന് വിചാരിക്കും. സോ ഇതിൽ നിന്ന് 3 lakh ആർക്ക് പോവും? ഗവൺമെൻറ്റിന് പോവും. സോ ബാലൻസ്, അതായത് ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പ്രോഫിറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ പാറ്റ് എന്ന് പറയും. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്. ഇത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഷെയർ ഹോൾഡേഴ്സ്. നമുക്കറിയാം, ആസ് യു ഓൾറെഡി നോ, ദർ ആർ 2 ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. നമുക്ക് 2 തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? ഒന്ന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും, പിന്നൊന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വേണം നമ്മൾ ആദ്യം ഡിവിഡൻഡ് കൊടുക്കാൻ. ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം ആർക്ക് കൊടുക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. സപ്പോസ് ഈ കമ്പനിയിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് എന്ത് കൊടുക്കും? ഡിവിഡൻഡ് കൊടുക്കും. അപ്പോൾ നമ്മുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 8 lakh ഉണ്ട്. അവരുടെ ഡിവിഡൻറ്റിൻ്റെ റേറ്റ് 10% ആണെങ്കിൽ 80,000 എന്തായിട്ട് പോകും? അവർക്ക് ഡിവിഡൻ്റായിട്ട് പോകും. സോ നമ്മൾ ആദ്യം ലാഭം ഉണ്ടാക്കി, ലാഭത്തിൽ നിന്ന് ഗവൺമെൻറ് ഇൻകം ടാക്സ് പേ ചെയ്തു, എന്നിട്ട് ബാക്കിയുള്ള ലാഭം ലൈക്ക് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് ആദ്യം ആർക്ക് കൊടുക്കും? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ അവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ബാലൻസ് പ്രോഫിറ്റ്, അതായത് ഈ 6,20,000, ഇതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോഫിറ്റ്. ഇതാണ് എന്ത്? പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഈ കമ്പനിയുടെ ലാഭത്തിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭം എത്ര? 6.2 lakh. ശരി, എന്താണ് EPS? ഇത് മൊത്തം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭമാണ് ഈ 6,20,000. ഈ കമ്പനിയിൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഈ കമ്പനിയിൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 1 lakh ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഇക്വിറ്റി ഷെയറിന് എത്ര ലാഭം? ഒരു ഇക്വിറ്റി ഷെയറിന് എത്ര ലാഭം? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏർണിങ്സ് പെർ ഷെയർ. സോ മൊത്തം ലാഭം 6,20,000. മൊത്തം എത്ര ഷെയർ ഉണ്ട്? 1 lakh ഉണ്ട്. മൊത്തം എത്ര ഷെയർ ഉണ്ട്? 1 lakh. സോ ഒരു ഷെയറിന് എത്രയാണ് ലാഭം? 6.2 rupees. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏർണിങ്സ് പെർ ഷെയർ. ഓരോ ഇക്വിറ്റി ഷെയറിന് എത്രയാണ് ലാഭം? ഈ ലാഭം ചിലപ്പോൾ ഡിവിഡൻ്റായി കൊടുക്കണമെന്നില്ല, ബട്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ ലാഭം. സപ്പോസ് എൻ്റെ കയ്യിൽ 10 ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് 62 രൂപ എനിക്ക് അവകാശപ്പെട്ട ലാഭമാണ്. എൻ്റെ കയ്യിൽ 100 ഷെയർ ഉണ്ടെങ്കിൽ 620 രൂപ എനിക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു ഷെയർ ഹോൾഡറിന് എത്രയെന്നല്ല, ഒരു ഷെയറിന് എത്ര ലാഭം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏർണിങ്സ് പെർ ഷെയർ. സോ ഇത് നമ്മളൊരു പെർഫോമൻസ് മെഷറായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ഒരു കമ്പനിയുടെ EPS 10 ആണ്, വേറൊരു കമ്പനിയുടെ EPS 30 ആണെങ്കിൽ നമുക്ക് ഫ്രം
എന്ത് ചെയ്യുക, ഈ പ്രൈമ ഫേസി എന്ത് പറയാം, രണ്ടാമത്തെ കമ്പനി നമുക്ക് ഒരു ഷെയറിന് കൂടുതൽ വരുമാനം തരും അല്ലെ. ആദ്യത്തെ കമ്പനിയെക്കാളും രണ്ടാമത്തെ കമ്പനിയാണ് ബെറ്റർ. സോ ഹയർ EPS. ഹയർ EPS പറഞ്ഞാൽ എന്താ, ഓരോ ഷെയറിന് നമുക്ക് കിട്ടുന്ന ലാഭം കൂടുതലാണ്. സോ ഹയർ EPS പറഞ്ഞാൽ ബെറ്ററാണ്. EPS കൂടുന്തോറും നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇവിടെ കമ്പനി എത്ര മൊത്തത്തിൽ ലാഭം ഉണ്ടാക്കണമെന്നല്ല, ഒരു ഷെയറിന് എത്ര ലാഭം, അപ്പോഴേ ഓരോ ഷെയർ ഹോൾഡർക്കും അവർക്ക് എത്ര മെച്ചം അറിയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിന് തന്നെ ഒരു ഫോർമുലയായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ EPSനെ വിളിക്കുന്ന പേരാണ് ബേസിക് EPS. ഇത് കൂടാതെ ഒരു EPSും കൂടെ ഉണ്ട്, നമ്മളത് പിന്നീട് പഠിക്കും. ബേസിക് EPS സാധാ EPS, ഏർണിങ്സ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ ലാഭം. എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ ലാഭത്തിൽ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ഡിവിഡൻറ്റും കഴിഞ്ഞ് റിയൽ ഓണേഴ്സായ, ആക്ച്വൽ ഓണേഴ്സായ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭം എത്ര, ടോട്ടൽ ലാഭം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തെന്ത്, മൊത്തം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭം 6,20,000, മൊത്തം ഷെയർ 1 lakh. സോ ഒരു ഷെയറിൻ്റെ ലാഭം 6.2. അപ്പോൾ ഒരു ഷെയറിൻ്റെ ലാഭം എത്രയാണ് വരുന്നത്? 6.2. ഇതിനെയാണ് നമ്മൾ ഏർണിങ്സ് പെർ ഷെയർ. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം, നമ്മുടെ ഐഡിയ ഒന്ന് കറക്റ്റാണോ നോക്കാൻ വേണ്ടി. ഈ ക്വസ്റ്റ്യൻസിൻ്റെയും കൺസെപ്റ്റിൻ്റെയും നോട്ട്സ് ഈ യൂട്യൂബിൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ലിങ്കായിട്ട് അവൈലബിൾ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇത് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കൂ, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ, കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പഠിക്കണം, അത്രേ ഉള്ളൂ. നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി ആഫ്റ്റർ ടാക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 10 lakhs. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ഈസ് 1 lakh. ആ കമ്പനിയിൽ എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ട്? 1 ലക്ഷം. കാൽക്കുലേറ്റ് EPS. ഇവിടെ എന്തില്ല? പ്രിഫറൻസ് ഷെയർസ് ഇല്ല. പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ അവർക്ക് ലാഭം കൊടുക്കണം, ഇവിടെ അവരില്ല. സോ ഈ ലാഭം മൊത്തം ആർക്കാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് EPS കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭം എത്രയാണ്? ഗവൺമെൻറ്റിന് ടാക്സ് കൊടുത്തിട്ടുള്ള ബാക്കി 10 ലക്ഷം മൊത്തം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭമാണ്. ഡിവൈഡഡ് ബൈ എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ട്? എത്ര ഇക്വിറ്റി ഷെയർ ഉണ്ട്? 1 lakh ഇക്വിറ്റി ഷെയർ ഉണ്ട്. സോ ഒരു ഇക്വിറ്റി ഷെയറുടെ ലാഭം എത്ര? 10 രൂപ. ഒരു ഇക്വിറ്റി ഷെയറുടെ ലാഭം എത്രയാണ്? 10 രൂപ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബേസിക് EPS. സോ ഇതിലെല്ലാം അവർ തന്നെ സ്ട്രേറ്റ് ഫോർവേഡായി തന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാം? ഈ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് EPS കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. ഫോളോയിങ് ഇൻഫർമേഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ബൈ എ ലിമിറ്റഡ്. എ ലിമിറ്റഡ് പറയുന്ന കമ്പനി താഴെ പറയുന്ന ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ 1 lakh ഓർഡിനറി ഷെയർസ്. ഓർഡിനറി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസിൻ്റെ വേറെ പേരാണ്. 1 lakh ഓർഡിനറി ഷെയർസ് 1 rupee. 1 രൂപയുടെ 1 ലക്ഷം ഷെയർ, അങ്ങനെ മൊത്തം 1 ലക്ഷം രൂപ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലോ 20,000, 10% പ്രിഫറൻസ് ഷെയർസ് 1 rupee ഈച്ച്, 20,000. 20,000 പ്രിഫറൻസ് ഷെയർ ഉണ്ട്. എന്താണ് ഈ 10%? അവരുടെ ഡിവിഡൻറ്റിൻ്റെ റേറ്റാണ് അല്ലേ. ഡിബഞ്ചറിൻ്റെ മുന്നേ ആണെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ്, പ്രിഫറൻസ് ഷെയറിൻ്റെ മുന്നേ റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിവിഡൻറ്റിൻ്റെ റേറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ, ഇക്കൊല്ലത്തെ ഗ്രോസ് പ്രോഫിറ്റ് 3.5 ലക്ഷം, കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം. ഓക്കെ, അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, മറ്റ് ചിലവുകൾ എത്രയുണ്ട്? 1 lakh. ടാക്സ് 30%. കാൽക്കുലേറ്റ് EPS. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? EPS കണ്ടുപിടിക്കണമെങ്കിൽ EPS പറഞ്ഞാൽ ഇക്വിറ്റി ഷെയറിൻ്റെ ലാഭം. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ലാഭം എത്ര എന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഈ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ, ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 3,50,000 അല്ലേ. അതിന്ന് അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറയ്ക്കുക, ഓപെക്സ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കുകയാണ്. എത്രയാണ് അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്? 1 lakh. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മറ്റ് എക്സ്പെൻസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. എത്രയാണ് വരുന്നത്? 2,50,000. ഇതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുക.
ടാക്സിൻ്റെ റേറ്റ് എത്രയാണ് വരുന്നത്? 30%. സോ ഈ ലാഭത്തിൽ നിന്ന് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുകയാണ്. എത്രയാണ് ടാക്സ്? 30%. സോ 2,50,000 30% പറഞ്ഞാൽ 75,000. അപ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്, പാറ്റ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ് വരുന്നത്? 1,75,000. ഇതിന്ന് ഈ ലാഭം ആദ്യം ആർക്ക് ഡിവിഡൻഡ് കൊടുക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റിൻ്റെ റേറ്റ് 10%. എത്രയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉള്ളത്? 20,000 രൂപ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അവർക്ക് കൊടുക്കാനുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുക. എത്രയാണ്? മൊത്തം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 20,000, ഡിവിഡൻറ്റിൻ്റെ റേറ്റ് 10%, സോ 2,000 രൂപ. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ലാഭത്തിൻ്റെ ഡിവിഡൻറ്റും കഴിഞ്ഞാൽ ബാക്കിയുള്ള ലാഭം, അതായത് ഗവൺമെൻറ് ടാക്സ് കൊടുത്തു, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റും കൊടുത്തിട്ടുള്ള ബാലൻസ് പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്? 1,73,000. ഇതാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ. ഇത് മൊത്തം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭമാണ് ഈ 1,73,000. EPS പറഞ്ഞാൽ എന്താ? ഇതിൽ ഒരു ഷെയറിൻ്റെ ലാഭം എത്ര? നമ്മുടെ കയ്യിൽ എത്ര ഇക്വിറ്റി ഷെയർ ഉള്ളത്? അതായത് നോക്കിയേ, നമ്മുടെ കയ്യിൽ മൊത്തം എത്ര ഇക്വിറ്റി ഷെയർ ഉള്ളത്? 1,00,000 ഇക്വിറ്റി ഷെയർ. അപ്പോൾ നമ്മൾ ഒരു ഷെയറിൻ്റെ ലാഭം കണ്ടുപിടിക്കും. EPS ഈക്വൽ ടു എന്താ? പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മൊത്തത്തിലുള്ള ലാഭം എത്രയാണ് വന്നത്? ഇതാ ഈ എമൗണ്ട് 1,73,000. മൊത്തം ഈ കമ്പനിയിൽ എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട്? അതിനെയാണ് നമ്മൾ ഓർഡിനറി ഷെയർ എന്ന് പറയുന്നത്, 1,00,000. സോ ഒരു ഷെയറിൻ്റെ ലാഭം എത്ര? 1.7. സോ മുന്നത്തെ ക്വസ്റ്റ്യനിൽ അവർ ഡയറക്റ്റ് തന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഗ്രോസ് പ്രോഫിറ്റ് നിന്ന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭം കണ്ടുപിടിച്ചു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഫിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, ബേസിക്സ് ഒരുവിധം നിങ്ങൾക്ക് സെറ്റ് ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ എന്ത് ചെയ്യാം? ഈ ബേസിക് ആയിട്ടുള്ള EPS കാൽക്കുലേഷൻ്റെ നോക്കാം. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഉള്ളതാണ്. 3rd ക്വസ്റ്റ്യൻ. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സെൽഫായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത 3rd ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ അപ്രോച്ചാണ്, ഇതേ സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്താലായിട്ട് മതി. അപ്പോൾ എന്താണ് 3rd ക്വസ്റ്റ്യൻ? PKL Limited had an after tax profit of 40 lakhs. PKL Limited പറയുന്ന കമ്പനിയുടെ ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ്, അതായത് ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുള്ള ലാഭം 40 ലക്ഷം ഉണ്ട് ഫോർ ദ ഇയർ. ഈക്വൽ 80,000 ഓഫ് ദിസ് വാസ് ഏൺഡ് ഫ്രം ദി വൺ ഓഫ് സെയിൽ ഓഫ് മെഷീനറി. ഈ 40 ലക്ഷം ലാഭത്തിൽ 80,000 രൂപ ലാഭം എന്താ? മെഷീനറി വിറ്റിട്ടാണ്. മെഷീനറി വിറ്റിട്ടാണെങ്കിലും നമ്മുടെ ലാഭമാണ്. ഓക്കെ, ഇനി ഇൻ ദ പീരീഡ് ഇറ്റ് പെയ്ഡ് ഡിവിഡൻഡ് ടു ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ്. ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാൽ ആരാ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അവർക്ക് എത്രയാണ് ലാഭം കൊടുത്തത്? 1,00,000 ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. ആൻഡ് 6 lakh ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഡിവിഡൻഡ് കൊടുത്തു? 6 ലക്ഷം. ഓക്കെ, ഇറ്റ് ഹാഡ് 1 lakh ഓർഡിനറി ഷെയർസ് ഇൻ ഇഷ്യൂ ഫോർ ദി എൻറ്റയർ പീരീഡ്. ഈ കമ്പനിയിൽ മൊത്തം എത്ര ഇക്വിറ്റി ഷെയർ ഉള്ളത്? നമുക്ക് 1,00,000 ഇക്വിറ്റി ഷെയർസ് ഉള്ളത്. അപ്പോൾ നമ്മൾ EPS കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? EPS എങ്ങനെ കണ്ടുപിടിക്കാം? ഗവൺമെൻറ്റിന് അടച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള ടാക്സിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് കൊടുത്താൽ ബാക്കിയുള്ള എമൗണ്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭം. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഗവൺമെൻറ്റിന് ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ്, അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? പ്രിഫറൻസ് ഡിവിഡൻഡ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭം കിട്ടും ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി. ശരി, എത്രയാണ് നമ്മുടെ ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ്? 40 ലക്ഷം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എത്ര ഡിവിഡൻഡ് കൊടുത്തു? 6 ലക്ഷം അല്ലേ? അപ്പോൾ ബാക്കി എത്രയാണ്? 34 ലക്ഷം രൂപയാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭം. നമ്മുടെ കമ്പനിയിൽ എത്ര ഇക്വിറ്റി ഷെയർസാണ് ഉള്ളത്? 1,00,000. സോ 34 ലക്ഷം ബൈ 1,00,000, 34 രൂപ. ഇതിൽ നിങ്ങൾക്ക് സംശയം വരാം, നമുക്ക് ഈ മെഷീനറി വിറ്റ് 80,000 കിട്ടിയില്ലേ? അപ്പോൾ അത് നമ്മൾ എടുക്കണം, അതും വിറ്റ് കിട്ടിയ ലാഭം തന്നെയല്ലേ? അപ്പോൾ അതെന്താ ആഡ് ചെയ്യത്ത്? ഈ ടാക്സ് പ്രോഫിറ്റ് പറയുമ്പോൾ ആ 80,000 ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? നെറ്റ് പ്രോഫിറ്റിൽ എടുത്തിട്ടുണ്ടാവും. സോ വീണ്ടും ആ 80,000 നമ്മൾ ആഡ് ചെയ്യേണ്ട. അത് നമ്മുടെ ലാഭമാണ്, എടുക്കണം. അത് ഓൾറെഡി എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? വീണ്ടും ആഡ് ചെയ്യാത്തത്.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി ലാഭം എടുക്കുള്ളൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് എന്ത് ചെയ്യരുത്, കുറയ്ക്കരുത്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭം എത്രയെന്ന് കണ്ടുപിടിക്കാൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാഭം കിട്ടും. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ചെയ്താൽ ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ ലാഭം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ EPS വെയിൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.